കാര്യമായ സർപ്രൈസ് ഉണ്ട്. ഒക്കെ വെളുപ്പങ്കാലത്ത് തന്നെ അതിന്റെ ഒരു സർപ്രൈസ്. കുറെ കാലായാലേ ചങ്ങായി ഒരു സർപ്രൈസ് സർപ്രൈസ് ട്രോളിട്ട് മതിയായിട്ടാ. ഹായ് ഗായ്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് കായൽ കൂടാരം എന്നൊരു പ്ലേസിലാണ്. അതിമനോഹരമായ പ്ലേസ് എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ഭയങ്കര എന്താ പറയാ, അത്ര കിഡ്ലൻ അഭിപ്രായങ്ങളാണ് ആൾക്കാരിൽ നിന്ന് ഈ പ്ലേസിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും ഒരു നാച്ചുറൽ ആൻഡ് അട്രാക്റ്റീവ് ആണ്. ഞങ്ങളെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ഇവിടെ വൺ ഡേ ഇവിടെ സ്റ്റേ ചെയ്യുക എന്നുള്ളത്. അത് നിങ്ങളെ മുമ്പിൽ വീഡിയോ ആയിട്ട് എത്തിക്കാൻ പറ്റുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. സോറി, എൻ്റെ പേര് സുനൈസ് എന്നാണ്. മൈ നെയിം ഈസ് ഇച്ചൂസ് ചെമു. ഞങ്ങൾ കാസർഗോഡ് നിന്നാണ്. അപ്പോൾ വൺ ഡേ നമുക്കിവിടെ ഒന്ന് അടിച്ചു പോകാം. രണ്ട് സൈഡും എന്താ പറയുക, ഈ സൈഡ് ഒരു പുഴയും ഈ സൈഡ് ഒരു തടാകം പോലുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ പ്ലേ. തെങ്ങ് കയറ്റക്കാരെ കണ്ടിട്ടുണ്ടോ? ഇവനൊരു ന്യൂ ജനറേഷൻ തെങ്ങ് കയറ്റമാണ്. നിങ്ങൾ ആരും കാണാത്ത ഇവൻ്റെ ഒരു എന്താ പറയാ, പുതിയൊരു മുഖം. നല്ലൊരു കരിക്ക് കുടിക്കാനുള്ള ഒരു പ്ലാനാണ്. പൊണ്ടം നമ്മളെ കാസർഗോഡ് ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പൊണ്ടം ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മച്ചാൻ ഇതാ കയറിക്കൊണ്ടുണ്ട്. ഹായ് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ കായൽ കൂടാരത്തിൽ ഒരു കുറച്ച് അടിപൊളി പ്ലേസ് പോയിട്ട് കണ്ടാലോ? അല്ലേ, ഫാം ഉണ്ട്, അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് പോയിട്ട് എത്രയോ ബാക്കിയുണ്ട് കാണാൻ, ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് കണ്ട് ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് വരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഇവിടെ കുഞ്ഞു ഫാം ഉണ്ട്. ആ ഫാമൊക്കെ ഒന്ന് കണ്ടു വന്നാലോ? ശരിക്കും ചെയ്തില്ല മച്ചാൻ. ഏത് മച്ചാൻ? ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ഈ മീൻപിടുത്തം. ഈ ഫാമിൽ നമുക്കതൊന്ന് കണ്ടുവെക്കാം. ചെമ്മോ, യെസ്, ഞാനൊരു മാജിക് കാണിക്കട്ടാ. നീ ഫോൺ എടുക്ക്. ഫോണോ? ഓക്കെ, എടേ എടുത്ത് വീഡിയോ ഇട്.
എന്താക്കുന്നു വൈബ് വൈബാ ആ ഇതാണ് വൈബ്. ഓടത്തിന്റെ മാജിക് കണ്ട ഇതന്നെ മാജിക്. ഇതന്നെയാ ആ എന്തോലെ ഉണ്ട് ഇത്. മക്കളെ നല്ല കിഡ്ലൻ ഗ്രില്ല് റെഡി ആവുന്നുണ്ട്. ഇത് ചെമ്മു സ്പെഷ്യൽ ആട്ടാ, ചെമ്മുവിൻ്റെ മിക്സിംഗ് ആണ് മൊത്തം. ഇവിടുത്തെ വൺ ഓഫ് ദ സ്പെഷ്യൽ തിങ് ആണ്. നമുക്കിങ്ങനെ കാര്യങ്ങൾ അവർ വേണമെങ്കിൽ അവർ ചെയ്തു തരും, ഇല്ലെങ്കിൽ നമ്മളായിട്ട് ചെയ്യാം, ഗസ്റ്റിൻ്റെ സൗകര്യം അനുസരിച്ച്. അല്ല മുമ്പ് നീ ഏത് ഹോട്ടലിൽ പണിക്കണ്ടേ? രാജധാനി റെസ്റ്റോറൻറ്റ്. രാജധാനി റെസ്റ്റോറൻറ്റ്. വെജിറ്റേറിയൻ ഇവിടെ വന്ന് ചിക്കൻ അടിക്കാൻ വന്ന. അവിടെ ക്യാമറക്ക് മുമ്പിൽ രണ്ട് സ്റ്റെപ്പ് ഇടുക. രണ്ട് സ്റ്റെപ്പ് അത് വേറെ സമയം. എഴുന്നള്ളിക്കോളി. രണ്ട് സ്റ്റെപ്പ് ഇട്ടു. അയ്യോ എന്താ അല്ലടാ നമ്മള് ഗുഡ് നൈറ്റ് പറഞ്ഞില്ല. ഓ അത് മറന്നല്ലേ. ഗായ്സ് എൻജോയ് ചെയ്യുന്നതിന്റെ പറ്റിയില്ല. അല്ല അല്ല ആ അതാണ്. ഈ കായൽ കൂടാരത്തില് ഈ ഒരു ദിവസം കുറച്ച് മണിക്കൂറുകൾ മാത്രമേ നമ്മൾ ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ ശരിക്കും പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് എന്താ പറയാ, ഭയങ്കര ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് അല്ലേ. നമ്മൾ മീൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ഇനി ഒരുപാട് കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇന്ന് രാത്രി ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. ബൈ ബൈ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, നമ്മുടെ സ്വന്തം വീട്ടിൽ കിടന്നൊരു ഫീൽ. സാധാരണ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ വീട്ടിൽ കിടന്ന ഒരു കംഫേർട്ട് ഉണ്ടാവാറില്ല. ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീൽ ആയിരുന്നു. ഭയങ്കര ഒരു പീസ്ഫുൾ മൈൻഡ്. സത്യം പറഞ്ഞാൽ ഒരു ഭ്രാന്തൻ ഉറക്കം ഉറങ്ങി. എന്ത് വൈബ് ഇടച്ചു. പിന്നെന്ത് പറയാനുണ്ടാ, നമുക്ക് വൺ ഡേയിലൊന്നും തീർക്കാൻ പറ്റാത്ത സംഭവം ഇത്. എന്തൊരു റിലാക്സ്, എന്തൊരു സമാധാനം. സത്യല്ലേ ഇത്. വല്ല ഇതിനെ ഭയങ്കര വലുതാക്കിയിട്ട് കള്ളം പറയുന്നില്ല. അത്ര ബ്യൂട്ടിഫുൾ പ്ലേസ്, അത്ര ബ്യൂട്ടിഫുൾ പ്ലേസ്. ഒരു ആയിരക്കണക്കിന് തലച്ചോട് ഉള്ള ഒരാള് വന്നിട്ട് റിലാക്സ് ആക്കാൻ പറ്റിയ തീർച്ചയായിട്ടും. അതായത് നമുക്ക് എന്തെങ്കിലും മൈൻഡ് ഫ്രീ ആവണം, അല്ലെ ലൈക്ക് നമ്മൾ ഒരുപാട് വർക്ക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മൈൻഡ് ഫ്രീ ആവുക എന്നുള്ളത്. തീർച്ചയായിട്ടും മൈൻഡ് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് പ്ലേസസ് ആണ് ഇതുപോലുള്ള സ്ഥലങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്തിട്ട് അഭിപ്രായങ്ങൾ ഷുവറായിട്ട് ഞങ്ങളോട് ഷെയർ ചെയ്യണം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ ടൈം ആയിരിക്കുന്നു. പക്ഷെ നമുക്ക് മതിയായിട്ട്. പക്ഷെ എന്താ ചെയ്യാനല്ല, ഇത് കൊച്ചിയിൽ പൂത്തോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നുള്ള സംഭവമാണ്. വളരെ ബ്യൂട്ടി ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. എന്ന് വെച്ചാൽ സത്യമായിട്ടും അത്രക്കും കിടിലനാണ്. ഇതിൻ്റെ പേര് കായൽക്കടവ് എന്നാണ്. ആ പേരിനോട് 100-120% എന്താ പറയുക യോജിക്കുന്ന ഒരു സംഭവമാണ്. അത്രക്കും കിടിലൻ. ഇത് കിടിലൻ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരിക്കലും ഇത് തള്ളല്ല ഞങ്ങൾ. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ വേക്കൗട്ട് ആക്കാനുള്ള ടൈം ഓവറായി. അപ്പോൾ അത്
മനസ്സിലായില്ല, ഭയങ്കര മിസ്സിംഗ് ആണ്. ഭയങ്കര മിസ്സിംഗ് ആണ്. ഞങ്ങൾ ശരിക്കും ഇന്ന് വെക്കേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്താ പറയുക, വേറെ ബുക്കിംഗ് ഉള്ളത് കൊണ്ട് വെക്കേറ്റ് ചെയ്തേ പറ്റും. പക്ഷെ ഭയങ്കര പൊളിയായിരുന്നു കേട്ടോ. ഒരിക്കലും വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ല, അത്രക്കും കിഡ്ലനായിട്ടുണ്ട്. നാച്ചുറൽ വൈബ്. ചെമുക്ക് എന്താ ഇതിനെക്കുറിച്ച് ഇപ്പൊ തന്നെ ഓൾറെഡി ലേറ്റ് ആയാമോ? ചെമുക്ക് എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ടോട്ടലി ഓസം എന്നല്ല പറയാൻ വാക്കില്ല, അത്രയും എൻജോയ്മെന്റ് വൈബാണ് ഇവിടെ. തീർച്ചയായിട്ടും ഇവിടെ ഭയങ്കര മൈൻഡ് ഫ്രീ ആണ് ഇവിടെ. വരണമെന്ന് വിചാരിച്ചു ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് നമുക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് പോയി. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു വൈബ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കൊച്ചി വന്ന് ഇങ്ങനെ തപ്പി ലാസ്റ്റ് ഇങ്ങോട്ട് എത്തുകയാണ്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇവിടെ വരികയും പക്ഷെ അതൊരു ഭയങ്കര മാക്സിമം എൻജോയ് ചെയ്ത് മാക്സിമം എല്ലാം A to Z. ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുക എന്നുള്ളത് ഒരു പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നപ്പോൾ ചുമ്മാ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു, അങ്ങനെ ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസത്തിലാണ് ചെയ്തത്. ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം, പക്ഷേ വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തുറന്ന് പറയണം. എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്തി നല്ല വീഡിയോസ്, ഇതുപോലത്തെ നല്ല വീഡിയോസ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ താങ്ക് യു. ബൈ ബൈ. ബൈ ബൈ.